ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടോ. അപ്പോൾ അന്നെടുത്ത വീഡിയോയാണ്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ടേക്ക് പോണതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. എപ്പോഴും ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കുറേ പ്രാവശ്യമായിട്ട് അങ്ങനെ പോകേണ്ട ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്ത് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ സ്ട്രീറ്റുകളിൽ കൂടെ ഇങ്ങനെ കുറേ നടക്കാനുണ്ടായിട്ടോ. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു നല്ല കാഴ്ചകളാണല്ലോ. ഇത് എപ്പോഴും നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ ഓരോ സ്ട്രീറ്റുകൾ ഇങ്ങനെ തെണ്ടി നടക്കൂലല്ലോ. അപ്പോൾ ഇപ്പം അത് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റുകളുടെ സ്ട്രീറ്റുകളാണ്. പല സ്ട്രീറ്റുകളുണ്ട്. ഈ നമ്മൾ ഈ എടപ്പള്ളി ബ്രോഡ്വേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ. ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളുവഴി ഇങ്ങനെ കുറേ പോകാനുണ്ടാവും. അപ്പോൾ ഓരോ ഏരിയയിലും ഇങ്ങനെ ഓരോ സാധനങ്ങളായിരിക്കും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാട്ടോ. ഒരു ദിവസം ഉണ്ടെങ്കിൽ തന്നെ തീരില്ല. അപ്പോൾ ഡ്രസ്സുകളുടെ ഹോൾസെയിൽ ഒരു ഏരിയയിലുണ്ടാവും, ബാഗുകളുടെ, ഷൂസുകളുടെ, പിന്നെ ആക്സസറീസിൻ്റെ, പാത്രങ്ങളുടെ, പലഹാരങ്ങളുടെ, അങ്ങനെ പല ഹോൾസെയിൽ മാർക്കറ്റുകളായിരിക്കും, പല സാധനങ്ങളുടെ ഹോൾസെയിൽ മാർക്കറ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താലാണ് നമുക്ക് ലാഭത്തിന് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുറേശ്ശായിട്ട് അവിടെ നിന്ന് കിട്ടില്ല. ഇപ്പോൾ ഡ്രസ്സുകളാണെങ്കിലും ഇപ്പോൾ 12 എണ്ണത്തിൻ്റെ ജോഡി, 10 എണ്ണത്തിൻ്റെ ജോഡി, 6 എണ്ണത്തിൻ്റെ ജോഡി അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ബണ്ടിലായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കച്ചവടക്കാരായിരിക്കും കൂടുതലും വരണത്. അപ്പോൾ ഇതിങ്ങനെ ബൾക്കായിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഓൺലൈനായിട്ടും അല്ലാതെയും ഷോപ്പുകളിലും ഒക്കെ ചെറുകിട കച്ചവടക്കാർ ഇവിടെ വന്നിട്ട് വലിയ അളവിൽ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവാട്ട് ചെയ്യണത് സാധനങ്ങൾ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഹോൾസെയിൽ വിലയിൽ തന്നെ നമുക്ക് റീറ്റെയിലായിട്ടും കിട്ടും. അപ്പോൾ അതിങ്ങനെ ഷോപ്പുകൾ കണ്ടുപിടിച്ച് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇതിലേ നടന്നു കഴിഞ്ഞപ്പോൾ വിശന്നിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊന്നും നല്ലൊരു ഫുഡ് കഴിക്കുന്ന ഏരിയ പോലും കാണാനുണ്ടാവില്ല കേട്ടോ. ഭയങ്കര റെയറായിട്ടാണ് കണ്ടു കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ കയറി മസാല ദോശ കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങിയതാട്ടോ. അപ്പം നല്ല രസമാണ് ഇങ്ങനെ കണ്ട് പോകാനായിട്ട്. പക്ഷേ നല്ല ക്ഷമയുള്ളവർക്കാണ് പറ്റുള്ളൂ. എനിക്കിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇങ്ങനെ നടക്കല്ലേ നമ്മൾ. നല്ല വെയിലുണ്ട്, ഇന്നത്തെ ദിവസം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെയിലുണ്ടെങ്കിലും ഇങ്ങോട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ട് പോവാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറേ ഏരിയ കറങ്ങിയായിരുന്നു. അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് മിസ്സായിപ്പോയി. ഞാനപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുക്കാതിരുന്നതാണ്. അത് ഇങ്ങനെ ഡ്രസ്സുകളുടെ ഏരിയയിലായിരുന്നു, ഹോൾസെയിലായിട്ട് കുറേ ബൾക്ക് ഡ്രസ്സുകൾ, കുറേ ഷോപ്പുകൾ അതിൻ്റെ തന്നെ. ഇപ്പോൾ ചുരിദാറിൻ്റെ മാത്രം, കട്ട് പീസുകളുടെ മാത്രം, നെയ്റ്റുകളുടെ മാത്രം, ഷർട്ടുകളുടെ മാത്രം, അങ്ങനെ ഷോപ്പുകളുണ്ടായി. അത് വേറൊരു സ്ട്രീറ്റാണ്. ഇങ്ങനെ പല സ്ട്രീറ്റുകൾ ഇങ്ങനെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരന് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ, വണ്ടികളുടെ സാധനങ്ങളും പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ വാങ്ങാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ എന്തിനായാലും ഞാനിങ്ങനെ കൂടെ നടക്കും. ഞങ്ങളുടെ ഇവിടെ ഒരു പഴഞ്ചൊല്ല് പറയും, ഈ നിലാവെളിച്ചത്ത് കോഴീനെ അഴിച്ചിട്ട പോലെയെന്ന്. അന്ന പോലെ ഞാനിങ്ങനെ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെയാണ് ഇട്ടിരുന്നത്. ഇത് നമ്മുടെ ഇത്രയും വലിയ തിരക്ക് പിടിച്ച ടൗണിൻ്റെ മധ്യത്തിൽ ഇങ്ങനൊരു പാർക്കിങ് കിട്ടണത് തന്നെ ഒരു ഭയങ്കര ആശ്വാസമാട്ടോ. അപ്പോൾ നല്ലൊരു ഏരിയ തന്നെ ഇങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി മാറ്റിയിട്ടേക്കണതാണ്. കുറച്ച് ചെറിയൊരു ഫീസും കൊടുത്ത് നമ്മൾ പാർക്ക് ചെയ്തത്. അപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവിനോട് ചേർന്നിട്ടാട്ടോ. അപ്പോൾ ഇത് മറൈൻ ഡ്രൈവാണ്. അപ്പോൾ നല്ല കാറ്റും നല്ലൊരു സുഖം കേട്ടോ. നമ്മൾ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട്, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇങ്ങോട്ട് വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ടെന്ന്. ആ കാറ്റിൻ്റെ കാരണം ഇതാണ്, ഇവിടെ കായലാണല്ലോ. അപ്പോൾ ഈ കായലിൽ നിന്ന് ഇങ്ങോട്ട് നല്ല കാറ്റാണ്, നല്ല സുഖമുള്ള കാറ്റ്. അപ്പോൾ ഈ വെയിൽ കൊണ്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഈ കാറ്റും കൂടി കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ നേരെ ഈ വഴി കയറി നോക്കണത് മറൈൻ ഡ്രൈവിലേക്കാട്ടോ. സ്റ്റെയർ അങ്ങനെ കയറിപ്പോയാൽ മറൈൻ ഡ്രൈവാണ്. നമ്മൾ പിന്നെ മറൈൻ ഡ്രൈവിലേക്കൊന്നും കയറിയില്ല കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരുവാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ ചിലതൊക്കെ കൊടുക്കില്ല നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അത് പൊക്കിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്തോളാൻ പറയും കേട്ടോ. അപ്പോൾ അത് വാങ്ങിത്തരും. അപ്പോൾ അങ്ങനെ എനിക്ക് ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഞാനും ഒപ്പിച്ചിട്ടാണ് വരാറ്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കിട്ടി, ചിലതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി കിട്ടാത്തത് ഓൺലൈനിൽ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോരാണ്.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഞാൻ ഇങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയപ്പോൾ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. അത് ജ്യൂസ് എന്ന് പറയുന്ന ജ്യൂസ് സ്ട്രീറ്റിലായിരുന്നു. അത് ആ ഒരു സെക്ഷൻ, അത് വേറൊരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. ഈ ബിൽഡിംഗ് കണ്ടോ, ഇത് വലിയൊരു ഫ്ലാറ്റ്, ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ കേട്ടോ. അപ്പോൾ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ മൊത്തം ആ ബിൽഡിംഗ് തന്നെയാണ് കാണാനായിട്ട്. അങ്ങനെ ഇവിടുത്തെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരക്ക് കുറഞ്ഞ റോഡ് ഉണ്ടല്ലോ, കണ്ടെയ്നർ റോഡ് ഞാൻ പറയാറില്ലേ, ഞങ്ങളെപ്പോൾ വന്നാലും ആ റോഡ് പിടിച്ചിട്ടാണ് പോകാറ്. അതായത് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. നമ്മൾ സാധാ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ വൈകുന്നേരം ആയാലും വീടെത്തൂല, ഭയങ്കര തിരക്ക് ബ്ലോക്കൊക്കെ ആയിരിക്കും. ഈ റോഡ് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ല, ശാന്തസുന്ദരമായിട്ട്. ഇത് കൊച്ചിയാന്ന് പറയുകയില്ല, അത്ര സൈലൻ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ആ സ്ട്രീറ്റുകളൊക്കെ കാണിച്ചില്ലേ, അവിടെയൊക്കെ ഭയങ്കര സൗണ്ടും പൊല്യൂഷനും ഒച്ചപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടതാണ്. നല്ല രസമാണ് കച്ചവടക്കാരിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയണതും, വണ്ടികളുടെ സൗണ്ടും ആളുകളുടെ സൗണ്ടും കലപില, അത് ഇങ്ങനെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു വൈബാട്ടോ. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയിട്ടുണ്ടായത്, 9:30 ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ തിരിച്ച് 2 മണിയാവണതിന് മുമ്പ് തന്നെ വീടെത്തുകയും ചെയ്തു കേട്ടോ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നേരത്തെ തന്നെ വീടെത്തി. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയി. അപ്പോൾ ഇതിപ്പോൾ മെട്രോയുടെ താഴെ കൂടെ ആയിട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മെട്രോ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഡ്രഗ് ഒക്കെ കഴിച്ചിട്ട് ബോധമില്ലാതെ ചെയ്തതാണെന്നാണ്. പക്ഷേ പുള്ളിക്കാരന് എന്തോ ഭയങ്കര കടങ്ങളും ബാധ്യതകളൊക്കെ ആയിട്ട് മലപ്പുറത്തെങ്ങാണ്ടുള്ള ആളാന്ന് തോന്നുന്നു. ചെറുപ്പക്കാരനാണ്. അങ്ങനെ കടങ്ങൾ കാരനാണ് ആത്മഹത്യ ചെയ്തതെന്ന് അങ്ങനെ ന്യൂസിൽ കേട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമമാണല്ലേ. നമ്മുടെ എത്ര പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ജീവൻ കളഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങളെ നേരിടുകയല്ല.